ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി വളരെ താല്പര്യത്തോടുകൂടെ എൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം യേശുവിനെ നോക്കുക. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത് സത്യത്തിൽ നമ്മൾ യേശുവിലേക്ക് നോക്കാതെ മറ്റ് പലരിലേക്കും നോക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം തണുത്തു പോകുവാനോ അല്ലെങ്കിൽ തകർന്നു പോകുവാനോ കാരണമായി തീരുന്നത്. അതിന് ഉപോദ്ബലകമായ ഒരു വചനഭാഗം വിശുദ്ധ ബൈബിളിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ 12:1-2, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പഴയ നിയമത്തിലെ കുറേ വിശുദ്ധന്മാരെക്കുറിച്ച് 11-ാം അധ്യായത്തിൽ വിവരിച്ചിട്ട് പറയുകയാണ്. അവിടെ ഹാബേൽ മുതലുള്ളതായ വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശ്വാസവീരന്മാർ, നോഹ, എബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, ശമൂൽ പ്രവാചകൻ, ദാവീദ്, ഗിദയോൻ എന്ന് വേണ്ട വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെ അവിടെ പറഞ്ഞിട്ട് 11-ാമത്തെ അധ്യായത്തിൽ അതിനെ വിവരിച്ചിട്ട് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ അവിടെ ഈ ലേഖനകർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ പഴയ നിയമ വിശുദ്ധന്മാരിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം പഴയ നിയമ വിശുദ്ധന്മാരായ നോഹയോ അബ്രഹാമോ ഇസാക്കോ യാക്കോബോ യോസഫോ അല്ലെങ്കിൽ ദാവീദോ ഇവരാരുമല്ല നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള അല്ലെങ്കിൽ കർത്താവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായി നാം പ്രാപിക്കേണ്ടതായ നന്മകളുടെ, അനുഗ്രഹങ്ങളുടെ, സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ ഒക്കെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നത് അബ്രഹാമോ ഇസാക്കോ ദാവീദോ ഒന്നുമല്ല. ഇവിടെ പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനായ, ആ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇംഗ്ലീഷ് അത് കുറച്ചുകൂടെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് അത് ഇങ്ങനെ പറയുന്നു, ലുക്ക് അൺ ടു ജീസസ് ദ ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. അവിടെ പറയുന്നത് ഹീസ് ദ ഓഥർ ഓഫ് അവർ ഫെയ്ത്ത്. ഓഥർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, ഓഥർ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നതായ വിശ്വാസത്തെ എഴുതി തന്നത് പഴയ നിയമ വിശുദ്ധന്മാരാരുമല്ല. ആ വിശ്വാസം നമ്മുടെ മാംസപ്പലകയിൽ അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് എഴുതി തന്നത് കർത്താവ് യേശുവാണ്. മാത്രമല്ല കർത്താവ് യേശു അത് എഴുതി തന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ, നിങ്ങൾ വിശ്വസിക്കുന്നതായ കർത്താവ് യേശുവിലൂടെ സംഭവിക്കും, നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നത് പഴയ നിയമ വിശുദ്ധന്മാരാരുമല്ല, അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവാണ് അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി തന്നതെങ്കിൽ അതിനെ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും കർത്താവ് യേശുവിൻ്റെ തന്നെ ഉള്ളതാണ്. കർത്താവ് യേശു അത് ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രമാണം, ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പ്രമാണം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ വ്യക്തി ആ പ്രമാണം അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രമാണം നമ്മുടെ പേർക്കെഴുതി അദ്ദേഹം അത് ഒപ്പിട്ട് നൽകുകയാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു കർത്താവ് ഒരു പ്രമാണം എഴുതി ഒപ്പിട്ട് തന്നേക്കുക, വിശ്വാസം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എഴുതി ഒപ്പിട്ട് തന്ന ആ വിശ്വാസത്തെ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം യേശു തന്നെയാണ്. യേശു അത് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും ആ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിലേക്കല്ലാതെ ആരിലേക്കെങ്കിലുമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ നിരാശരാകും, നിങ്ങൾക്ക് പരാജയമുണ്ടാകും, ഒരുപക്ഷെ തകർന്നു പോകുവാൻ പോലും സാധ്യതയുണ്ട്.
നമുക്കറിയാം ഇന്ന് അനേക ആളുകൾ യേശുവിൽ വിശ്വസിച്ചിട്ട് പിന്നെ മറ്റ് പലതിലേക്കൊക്കെ നോക്കി അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട്, അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് തകർന്നു പോകുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് കാരണം? അപ്പോൾ ഇവിടെ ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, പഴയ നിയമത്തിലെ ഈ വിശുദ്ധന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ, അവരുടെ സാഹസികതകളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവരെ ആരെയും നോക്കണ്ട. കാരണം നിങ്ങൾ പഴയ നിയമത്തിൽ എബ്രഹാമിനെ നോക്കിയാൽ, നോഹയെ നോക്കിയാൽ, ദാവീദിനെ നോക്കിയാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. പ്രൈസ് ഗോഡ്. അവരൊക്കെ നല്ല ആളുകളായിരുന്നു, അവരൊക്കെ വലിയ വിശ്വാസ വീരന്മാരായിരുന്നെങ്കിലും അവരുടെ ജീവിതം അതുപോലെയൊന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ പകർത്തുവാൻ കഴിയുന്ന മാതൃകാ പുരുഷന്മാരൊന്നും ആയിരുന്നില്ല അവരാരും. അതുകൊണ്ട് തന്നെ പല ആളുകൾ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്ന പല ആളുകളും പഴയ നിയമം വായിച്ച് തുടങ്ങിയിട്ട് പലരും പറയും, അയ്യോ ഇതെന്തൊരു പുസ്തകമാണ്, ഇതിനകത്തെന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അബ്രഹാം ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നു, നോഹ ഇങ്ങനെ കാണിച്ചേക്കുന്നു, ദാവീദ് അങ്ങനെ പാപം ചെയ്തു, ഇതൊക്കെ എന്താ? കാരണം സത്യവേദ പുസ്തകം എന്ന ബൈബിളിൻ്റെ പേര്, സത്യവേദ പുസ്തകം. പ്രൈസ് ഗോഡ്. അപ്പം വേദം എന്ന പദത്തിൻ്റെ അർത്ഥം ജ്ഞാനം. അപ്പം സത്യമായ ജ്ഞാനം നൽകുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കാരണം അതിനകത്ത് കള്ളത്തരമില്ല, അതിനകത്ത് ഉള്ളതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നോഹ ഒരു വിശ്വാസവീരനായിരുന്നു. മഴ പെയ്തിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ മഴ പെയ്യുമെന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ദൈവം പറയുമ്പോൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി അത് ഉപയോഗപ്രദമായി തീരുന്ന ഒരനുഭവം നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ അന്നുള്ള ലോകത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആരും ആ പെട്ടകത്തിൽ പ്രവേശിക്കാതിരിക്കുമ്പോൾ നോഹയും തൻ്റെ ഭാര്യയും ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 ആൺമക്കളും അവരുടെ 3 ഭാര്യമാരും അങ്ങനെ 8 പേർ ആ പെട്ടകത്തിലൂടെ കയറി രക്ഷ പ്രാപിക്കുന്നത് നാം വിശുദ്ധ ബൈബിൾ കാണുന്നുണ്ട്. പക്ഷേ അതേ നോഹ തന്നെ ഈ പെട്ടകമെല്ലാം അരാരത്തിൽ ഉറച്ചതിന് ശേഷം അവരെ കൃഷി ചെയ്തു, ഒരു മുന്തിരിത്തോട്ടമൊക്കെ നട്ടുണ്ടാക്കി, ആ മുന്തിരിത്തോട്ടത്തിൽ വിളഞ്ഞതായ നല്ല മുന്തിരി എടുത്ത് വീഞ്ഞൊക്കെ ഉണ്ടാക്കി, ആ വീഞ്ഞ് കുടിച്ച് മത്തനായി വസ്ത്രമില്ലാത്തതിൻ്റെ മുറിയിൽ കിടക്കുന്ന ഒരവസ്ഥയും നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. തൻ്റെ ഇളയ മകൻ കടന്നുപോയി വിവസ്ത്രനായി കിടക്കുന്ന അപ്പനെ കണ്ടിട്ട് പുറത്തു വന്ന് സഹോദരന്മാരോട് പരിഹസിക്കുകയും തൻ്റെ ആ ഹാമെന്ന് പറയുന്ന മകൻ ചെയ്ത ആ കാര്യം അറിയുമ്പോൾ ആ മകനെ ശപിക്കുകയും ചെയ്യുന്ന നോഹയുടെ മാതൃക നമുക്ക് പിൻപറ്റുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഇനി അബ്രഹാമിനെ എടുത്താൽ, അബ്രഹാമിന് ഭാര്യ ഉണ്ടായിരുന്നു സാറ. എന്നാൽ അബ്രഹാമിന് ഭാര്യയായ സാറയ്ക്ക് മക്കളില്ലാത്തത് കൊണ്ട് സാറായിയുടെ ആലോചന അല്ലെങ്കിൽ സാറ പറഞ്ഞു കൊടുത്ത ചിന്ത ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ ഒരു സെർവൻ ഗേളായിട്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരിയായിട്ട് വന്നതായ ഹാഗാറുമായിട്ട് ഒരു അവിഹിത ബന്ധത്തിലേക്ക് തയ്യാറാകുന്ന അബ്രഹാം നമുക്ക് മാതൃകയാക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ദാവീദ് തനിക്ക് ലീഗലായിട്ട് ഭാര്യമാരുണ്ടായിരുന്നിട്ടും മറ്റൊരുവൻ്റെ ഭാര്യയെ ഇല്ലീഗലായിട്ട് താൻ സ്വന്തമാക്കുകയും അവളുടെ ജീവിതം ഒരുപക്ഷെ അവളെ നശിപ്പിച്ചു കളയുകയും അവളുടെ ഭർത്താവിനെ കൊന്നുകളയുകയും ചെയ്യുന്ന ദാവീദിനെ നമുക്കൊരു മാതൃക പുരുഷനാക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിലെ ഈ വിശുദ്ധന്മാരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം മനുഷ്യരായിരുന്നു. അവർക്കൊക്കെ ഒത്തിരി നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ജീവിതം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനം എഴുതിയ ഗ്രന്ഥകർത്താവ് പറയുന്നത്, ഈ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഇവരെ ആരെയും നിങ്ങൾ മാതൃകയാക്കരുത്. നിങ്ങളുടെ മാതൃക കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് നിങ്ങൾ ചിലരെങ്കിലും പഴയ നിയമം വായിച്ചിട്ട് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്, അബ്രഹാമിൻ്റെ ജീവിതം, നോഹയുടെ ജീവിതം, ദാവീദിൻ്റെ ജീവിതം, ഗിദെയോൻ്റെ ജീവിതം, ശിംശോൻ്റെ ജീവിതം, ഇതൊക്കെ വായിച്ചിട്ട് ഇവരൊക്കെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മനുഷ്യരല്ലല്ലോ, എന്താണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് എന്ന് ചിന്തിച്ച് തലപോകുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ ബൈബിളിനകത്തൊക്കെ ഇതൊക്കെ എന്തോ എഴുതി വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടുമുട്ടാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. പ്രൈസ് ഗോഡ്. കാര്യം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, കാരണം ബൈബിൾ മൊത്തം വായിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. വിശുദ്ധ ബൈബിൾ മുഴുവൻ വായിച്ച് നോക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അനുകരിക്കുവാൻ, നമുക്ക് മാതൃകയാക്കുവാൻ,
നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ വിശുദ്ധന്മാരിലേക്ക് നോക്കി നിങ്ങളാരും നിരാശപ്പെടരുത്. അല്ലെങ്കിൽ പഴയ നിയമം വായിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്താ, അവരൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇവരാരും നമ്മുടെ മാതൃകയല്ല. ഇവരെ ആരെയും നമുക്ക് പിൻപറ്റുവാൻ കഴിയത്തില്ല. അവരുടെ മാതൃക നമുക്ക് അനുഗമിക്കുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ മാതൃകയെ പിന്തുടരുവാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഇവർ ചെയ്തവരൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുവാൻ ദൈവം നമ്മളെ അനുശാസിക്കുന്നില്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ, കർത്താവായ യേശുവിൻ്റെ ജനനത്തിന് മുൻപ് ആ ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ അനുവദനീയമായിരുന്നു, ദൈവത്തിന് ഹിതമായിരുന്നില്ല. എങ്കിലും അത് കർത്താവ് ഒരുപക്ഷെ വംശം ഒന്ന് വർദ്ധിക്കുവാൻ വേണ്ടി കർത്താവ് അത് അനുവദിച്ചിരുന്നു. കാര്യം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഭാര്യമാരോട് പറ്റിച്ചേരും എന്ന് ബൈബിളിനകത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ പഴയ നിയമത്തിൽ അബ്രഹാമും അല്ലെങ്കിൽ യാക്കോബും അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ ദാവീദ്, ഇവർക്കൊക്കെ പല ഭാര്യമാരുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. എന്നാൽ നാം മനസ്സിലാക്കണം, ആ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ അത് ദൈവഹിതമായിരുന്നില്ലെങ്കിൽ പോലും പഴയ നിയമ കാലഘട്ടങ്ങളിൽ പുതിയ നിയമം പോലെ ഇത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നത് തെറ്റില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമത്തിൽ പറയുന്ന വിശുദ്ധന്മാരുടെ ജീവിതം നോക്കിയിട്ട് ഇതെന്താണെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം ഇപ്പോൾ തീർന്നിരിക്കണം. കാരണം നിങ്ങളുടെ മാതൃക ഇവരാരുമല്ല, നിങ്ങളുടെ മാതൃക കർത്താവ് യേശു മാത്രമാണ്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും നിരാശപ്പെടുന്ന മറ്റൊരു കാര്യം, സങ്കീർത്തനം 73-ാമത്തെ അധ്യായം. അതിനകത്തെ ആസാഫ് എന്ന് പറയുന്നതായ ഇസ്രായേലിൻ്റെ ഒരു ഗായകൻ, അദ്ദേഹം ഒരു നല്ല പാട്ടുകാരനായിരുന്നു, അദ്ദേഹം ഒരു നല്ല വർഷിപ്പ് ലീഡറായിരുന്നു, അദ്ദേഹം ഒരു നല്ല ആത്മീയനായിരുന്നു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. പ്രൈസ് ഗോഡ്. കാരണം അതിൻ്റെ ആ സങ്കീർത്തനം 73-ൽ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലീകരിച്ചതും എൻ്റെ കരങ്ങളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കറയില്ലാത്തൊരു കരം തനിക്കുണ്ടായിരുന്നു, ഒരു നിർമ്മല മനസ്സാക്ഷി തനിക്കുണ്ടായിരുന്നു, ഒരു നല്ല സ്വഭാവത്തിൽ ഉടമയായിരുന്നു ആസാഫ്. പ്രൈസ് ഗോഡ്. എന്നാൽ ആ 73-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട്, അതായത് ദൈവത്തെ അറിയാത്ത, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത, ദുഷ്ടതയിൽ ജീവിക്കുന്ന പലരുടെയും അനുഗ്രഹം കണ്ടിട്ട് നിരാശപ്പെടുന്ന ആസാഫിൻ്റെ ഒരു ദയനീയ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ ആസാഫ് അതിൻ്റെ 73-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്കിൽ നമ്മൾ വായിക്കുമ്പോൾ, രണ്ടാമതിൽ എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏകദേശം വഴുതിപ്പോയി. 3-ാം വാക്യം, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ മൊത്തം ഈ ആസാഫ് എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി നിന്ന, അല്ലെങ്കിൽ ഒരു ഭക്തനായ മനുഷ്യൻ, തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ താൻ ആശ്രയിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത, ഒരു പക്ഷേ വക്രതയും വളവും തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന പലരുടെയും ജീവിതത്തിലുള്ളതായ ഈ ലോകപ്രകാരമുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഭൗതികമായ നേട്ടങ്ങളും കണ്ടിട്ട് നിരാശയിൽ വീണുപോയ ഈ മനുഷ്യൻ പറയുകയാണ്, ദൈവത്തെ അറിയാത്ത ദുഷ്ടന്മാരുടെ ഈ അനുഗ്രഹം കണ്ടിട്ട്, ഈ നന്മ കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നുന്നു. അപ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഷ്ടതയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, വക്രതയിലും വളവിലും തട്ടിപ്പിലും വെട്ടിപ്പിലും ജീവിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ അവർ ഓടുന്നു, അല്ലെങ്കിൽ അവർ നടക്കുന്നു, അവർ ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. ഇത് കാണുമ്പോൾ പലപ്പോഴും നമുക്കൊരു ഒരു 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 പ്രയാസം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഈ ആസാഫ് എന്ന് പറയുന്ന മനുഷ്യൻ
ചുറ്റുപാടുകളിലേക്ക് നോക്കുകയാണ്. ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കി, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഈ മനുഷ്യർക്കൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ദൈവികമായ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഇതൊന്നും കേൾക്കുവാൻ മിനക്കെടാത്ത, ഇതിനു വേണ്ടി ഒട്ടും താല്പര്യമില്ലാത്ത, ഒരുപക്ഷെ ലോകപ്രകാരം എന്ത് വക്രതയും വളവും ചെയ്യുന്ന പലരുടെയും ജീവിതത്തിലെ ഉയർച്ചകളും നന്മകളും അനുഗ്രഹങ്ങളും കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകാറില്ലേ? പ്രൈസ് ഗോഡ്. എന്നാൽ അതുകൊണ്ടാണ് ഈ ലേഖനകർത്താവ് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പലപ്പോഴും യേശുവിനെ നോക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനെ നോക്കേണ്ട ആ സമയത്ത് യേശുവിലേക്ക് നോക്കാതെ ഇതുപോലെ ചുറ്റുപാടുമുള്ള ദുഷ്ടരായ മനുഷ്യരിലേക്ക് നോക്കിയിട്ട് ഇവർക്കൊരു കുഴപ്പവുമില്ലല്ലോ, ഇവർക്കൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് ചിന്തിച്ച് വ്യസനപ്പെടുവാൻ നമുക്കിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവരെങ്ങനെ ജീവിച്ചോട്ടെ, അവർക്ക് നന്മ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മളതിനെക്കുറിച്ച് വേദനിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യണ്ട, അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷേ ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് സ്നേഹമുള്ള, കർത്താവിനോട് ഹൃദയത്തിനകത്ത് താല്പര്യമുള്ള ഈ വചനം കേൾക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവരിലേക്ക് നോക്കരുത്. പ്രൈസ് ഗോഡ്. അവരുടെ ലൈഫിൽ എന്ത് ഉയർച്ച വന്നാലും നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. 121 സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തന കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സഹായം ആവശ്യമുള്ള സമയത്ത്, അതായത് നമ്മളൊരു പ്രത്യേകമായ ഒരു നീഡിലായിരിക്കുമ്പോൾ പലപ്പോഴും ചില ആളുകളോ ചില സംഘടനകളോ ചില വ്യക്തികളോ നമുക്കൊരു പക്ഷേ നമ്മെ സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായിപ്പാൻ കഴിയുന്ന ഒരു പർവ്വതമാണെന്ന് നമുക്ക് തോന്നാം. പ്രൈസ് ഗോഡ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല പർവ്വതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സഹായം കിട്ടാതെ വരുമ്പോൾ ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് യേശു ക്രിസ്തു ഈ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടാകരുത്. കാരണം പല ആളുകളെ സംബന്ധിച്ച് ഒരു സംശയമുണ്ട്, യേശു ആരാണ്? യേശു വെറും ഒരു മനുഷ്യനാണോ? യേശു വെറും ഒരു പ്രവാചകനാണോ? യേശു ഒരു നല്ലൊരു മോറൽ എക്സാമ്പിളാണോ? പക്ഷേ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരുമോ? ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഫിലിപ്പിയ ലേഖനം നാം വായിക്കുമ്പോൾ ആ ഫിലിപ്പിയ ലേഖനം എഴുതിയ പൗലോസ് എന്ന് പറയുന്ന അതിൻ്റെ എഴുത്തുകാരൻ യേശുവിനെയും യേശുവിൻ്റെ മാർഗത്തെയും ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന, ഏറ്റവും ആക്രമിച്ച ഒരു മനുഷ്യനായിരുന്നു യഹൂദനായിരുന്ന പരീശനായിരുന്ന പൗലോസ്. എന്നാൽ യേശു ദൈവമാണെന്ന്, യേശു ഈ കാണുന്ന സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണെന്ന് ഏറ്റവും കൂടുതൽ പുതിയ നിയമ തെളിവുകളുള്ളത് യേശുവിനെയും യേശുവിൻ്റെ മാർഗത്തെയും ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന, എതിർത്തിരുന്ന പൗലോസാണ് എഴുതിയിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കർത്താവായ യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു, തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചേ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. ദാറ്റ് മീൻസ് ഹി വാസ് ഈക്വൽ വിത്ത് ദ ഫാദർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ പൗലോസ് കൊളോസ്യ ലേഖനത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. ഇംഗ്ലീഷ് അതിങ്ങനെയാണ്, ഹീ ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. പ്രൈസ് ഗോഡ്. അങ്ങനെ പുതിയ നിയമം നമ്മൾ തുടർമാനമായിട്ട് വായിച്ചാൽ
എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നു, പിതാവായ ദൈവം പറയുന്നു, പുത്രനോടോ ദൈവമേ. പ്രൈസ് ഗോഡ്. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഉള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്, ദൈവമേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ പഴയ നിയമ വിശുദ്ധന്മാരും നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ഒരുപക്ഷെ ദൈവമില്ലാത്ത, ദൈവത്തെ അനുസരിക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി നടക്കാത്ത പലരുടെയും ജീവിതത്തിലുള്ള നന്മകൾ കണ്ടിട്ട് അവരിലേക്ക് നോക്കാതെ, പഴയ നിയമ വിശുദ്ധന്മാരിലേക്ക് നോക്കാതെ, പ്രൈസ് ഗോഡ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും നമ്മുടെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കണം. പ്രൈസ് ഗോഡ്. കാരണം യേശു കർത്താവ് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. അപ്പോൾ അവിടെ പറയുന്ന ഗോഡ് എന്ന് പറയുന്ന ആ പദം, എലോഹിം എന്ന് പറയുന്ന ആ പദം സിംഗുലർ അല്ല, അത് പ്ലൂറലാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ക്രിയേഷനിൽ തന്നെ യേശു കർത്താവ് അവിടെ പ്രസൻ്റ് ആയിരുന്നു, അവിടെ ക്രിസ്തു പ്രസൻ്റ് ആയിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിതാവായ, കൊളോസ്യ ലേഖനത്തിൽ പറയുന്നു, ദൃശ്യമായതും അദൃശ്യമായതും, അധികാരങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവനാലും അവന് വേണ്ടിയും അവങ്കിലേക്കും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ജീസസ്. പ്രൈസ് ഗോഡ്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പൗലോസ് പ്രസംഗിക്കുമ്പോൾ, അവിടെ ഇതുപോലെ പിറവിലെ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ സൗഖ്യമാകുവാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ട പൗലോസ് അവനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുമ്പോൾ, അവിടെയുള്ള ജനങ്ങൾ പൗലോസും ബർണ്ണബാസും മനുഷ്യരല്ലെന്നും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ദേവന്മാരാണെന്നും പറഞ്ഞ് അവിടെ അവർക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ വേണ്ടി കാളെ കൊണ്ടുവരികയും പൂമാലയൊക്കെയിട്ട് അവരെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യണം. അവർ പറയുന്നു, നിങ്ങളെ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കുക. ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യർ, വി ആർ ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ ലൈക്ക് യു. പ്രൈസ് ഗോഡ്. അവിടെ പൗലോസോ ബർണ്ണബാസോ അവരെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ അവരെ മാതൃകയാക്കുവാനോ ആ ജനത്തെ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ദൈവദാസൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വിശ്വാസി ഇങ്ങനെ ചെയ്തു, ഇവരാരും നമ്മുടെ മാതൃകയല്ല. നിങ്ങൾ കാണുന്ന ദൈവദാസന്മാരോ അല്ലെങ്കിൽ ടെലിവിഷനിൽ പ്രസംഗിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ചർച്ചിലെ നിങ്ങളുടെ അവിടുത്തെ ശുശ്രൂഷകനോ, ഇവരാരും നമുക്ക് പിൻപറ്റുവാൻ പറ്റുന്ന ഒരു മാതൃക അല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി നമ്മളോട് സംസാരിക്കുന്നു. അവരെങ്ങനെ ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നമുക്ക് മാതൃകയാക്കുവാൻ പറ്റുന്ന ആൾ ഒരേ ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ വിശുദ്ധന്മാരിലേക്ക് നാം നോക്കരുത്. പ്രൈസ് ഗോഡ്. പുതിയ നിയമ അപ്പോസ്തലന്മാരെ നാം നോക്കരുത്. നമ്മുടെ ചുറ്റുപാടും ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ദുഷ്ടന്മാരുടെ ജീവിതത്തിലെ നന്മകളിലേക്ക് നാം നോക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവരിലേക്കൊക്കെ നാം നോക്കിയാൽ നമുക്ക് പരാജയങ്ങളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം. സോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയാക്കുവാൻ പറ്റിയ ഏക വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിലേക്ക് നമുക്ക് നോക്കാം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ പഴയ നിയമം വായിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതെന്തുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ, അബ്രാം എന്തുകൊണ്ടാണ് ഇങ്ങനെ, നോഹ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ലോത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പഴയ നിയമ വിശുദ്ധന്മാർ ഒന്നും നമുക്ക് മാതൃകയല്ല, നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന മാതൃകയല്ല അവരാരും. പുതിയ നിയമത്തിലെ പൗലോസോ പത്രോസോ യോഹന്നാൻ ഒന്നും നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന മാതൃകയല്ല. പ്രൈസ് ഗോഡ്. നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന ഏക മാതൃക കർത്താവ് യേശുവാണ്. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്.
ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കർത്താവ് യേശുവിൻ്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ആരെങ്കിലും സംശയത്തോടുകൂടി ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സംശയം മാറി ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പൂർണ്ണമായും ഒരു ഉറച്ച വിശ്വാസം, കർത്താവ് യേശുവിലുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ ആ വിശ്വാസത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവികമായ വാഗ്ദത്തങ്ങളെ ഒന്നൊന്നായി ഏറ്റെടുത്ത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവേ, കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ ഇവരുടെ മേൽ വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ പഴയ നിയമ വിശുദ്ധന്മാരിലേക്കോ പുതിയ നിയമ അപ്പോസ്തലന്മാരിലേക്കോ ചുറ്റുപാടുമുള്ള ആളുകളിലേക്കൊക്കെ നോക്കി നിരാശപ്പെട്ടിരുന്ന ആരെങ്കിലും എന്നെ കേട്ടുവെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലുണ്ടായതായ എല്ലാ സംശയങ്ങളും മാറി കർത്താവ് യേശുവിലുള്ളതായ ഒരു പൂർണ്ണമായ ഉറച്ച വിശ്വാസം ഉണ്ടാകുവാൻ, അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടാകുവാൻ, ആ വിശ്വാസത്താൽ അവർക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ വിടുതലുകളും, എല്ലാ സൗഖ്യവും ഉണ്ടാകുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സംശയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വിഷാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ ഇച്ഛാഭംഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവേ, എല്ലാ സ്വർഗീയ നന്മകളാൽ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തിരുനാമത്തെ പിന്നെയും ഇവരിലൂടെ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സന്ദേശം കേട്ട നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഗാഡ് ബ്ലെസ് യു.